എനിക്കിപ്പോഴാശ്വാസായ. എനിക്കും ആശ്വസിക്കാൻ വരട്ടെ. നിങ്ങൾ ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇന്ത്യയും പാകിസ്ഥാനാണ് കൈ കൊടുത്തിരിക്കുന്നത്. ഇനി ഏത് സമയവും നിങ്ങളുടെ നെഞ്ചത്ത് ബോംബിടാം. അമ്മേ, അങ്ങനെ വരുമോ? സാധ്യതയില്ലാതില്ല. എന്നാലും ചേരില്ല കരുതിയവരൊക്കെ ചേർന്നു. എന്തിന്? കണ്ണിക്കണ്ടാ തല്ലിക്കൊണ്ടിരുന്ന ജബിനും അപ്പും വരെ ഒന്നിച്ചിട്ടും നീയും അച്ഛൻ ഒന്നിച്ചില്ലല്ലോ. സാരലളിയ, പോട്ടെ. എടാ പൊട്ടാ, പോട്ടേന്ന് വെക്കാൻ അവളെ ഏതേലും വഴി കൂടെ പോണ പെണ്ണല്ല, എന്റെ ഭാര്യ. അതും ശരിയാണ്. ഇനിയിപ്പൊ നമുക്ക് 1 വർഷം കഴിയുമ്പോ ഡിവോഴ്സ് ചെയ്യാം. പൊടപൊട്ടി. അല്ലാണ്ട് എന്താ അളിയന്റെ പ്ലാൻ? റൊമാൻസ്, കട്ട റൊമാൻസ്. അവളിൽ ഉറങ്ങിക്കിടക്കുന്ന എല്ലാ ഹോർമോണുകളെയും ഞാൻ ഉണർത്തും. അവളെ ഒരു വികാര ജീവിയാക്കും. അയ്യോ, വികാരം പിന്നെ ഉണർത്തിയാ മതി. ഇയാളെ നന്മപരമേ, ഞാനൊന്നും അറിയുന്നില്ലെന്നാണോ നിന്റെ വിചാരം? നിങ്ങളുടെ ഫ്രണ്ട്സ് സ്റ്റോറി ഞാൻ അറിഞ്ഞു. അത് പിന്നെ നിന്റെ പെങ്ങളെ ഞാൻ എന്റെ പെങ്ങളെ പോലെ കാണണം. പക്ഷെ എന്റെ പെങ്ങളുടെ അടുത്ത് നിനക്ക് എന്തോ ആവാല്ലേ? പക്ഷേ അങ്ങനല്ല, അച്ഛ കുഞ്ഞല്ലേ. ജാനു അതുപോലാണോ? മെച്ചൂർഡല്ലേ? ആഹാ, രണ്ടും തമ്മിൽ മാസങ്ങളുടെ വ്യത്യാസമല്ലേ ഉള്ളൂ. പക്ഷെ അച്ഛന് മെച്ചൂരിറ്റി ഇല്ലല്ലോ. അതെന്റെ പ്രശ്നമാണോ? ഞാൻ എന്റെ പെങ്ങൾക്ക് മെച്ചൂരിറ്റി കൊടുത്ത് വളർത്തിയത് കണ്ടില്ലേ? എന്നാളെയും കുറച്ച് മെച്ചൂരിറ്റി അച്ഛനും കൊടുക്ക്. ആഹാ, ഞങ്ങള് സെറ്റ് ആവാതെ നിങ്ങളുടെ കല്യാണം നടക്കും നീ വിചാരിക്കണ്ട. അശ്ശേ, അളിയൻ ഇത്ര കൂറയാണോ? അതെ, നിങ്ങൾ അളിയന്മാരൊന്നും നിർത്തുവോ? ഗൈസ്, മന്തി വന്നു. ഹാ, അവൻ അത് മതി. വാളയാ. അപ്പൊ അച്ഛനും മെച്ചൂരിറ്റി കൊടുക്കണം. എടി, ചെറിയ പാത്രങ്ങളൊക്കെ എവിടെ ഇരിക്കുന്നേ? വലിക്ക്, താഴത്തെ കള്ളി വലിക്ക്. ജാനു, നീ പോയിരുന്നോ? ഏയ്, കൊഴപ്പില്ലടാ. അയ്യോ ജാനു, അവിടെ ഇരിക്കേ. കൈക്ക് വേദനയില്ലേ? ഡീഡി. എന്താ? നോക്ക് നോക്ക്. എടാ, അതോക്ക്. അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താ? ജതിൻ അച്ഛനെ ഡിവോഴ്സ് ചെയ്തിട്ട് അവളെ ജാനുവിന് കെട്ടിച്ചു കൊടുക്ക്. നോക്ക്, നിങ്ങളെക്കാൾ മാച്ച് അവരാ. പോണോട്ടി. ജാനു തുടങ്ങി. നീ ഒന്നും ചെയ്യണ്ട, റെസ്റ്റ് എടുക്ക്. ഏട്ടൻ ചെയ്തോളാം. റോഷ, വരണോടാ? വേണ്ട, അങ്ങോട്ട് വരിക. അയ്യോ ജതിനേട്ടൻ. ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുമ്പോ ആലോചിക്കണായിരുന്നു. വാ, വന്ന് സോപ്പിട്. ആച്ചാ, നീ കാണുന്നില്ലേ എന്റെ കണ്ണുകളിലെ സഹോദര സ്നേഹം? ഉണ്ട്. സാറമോൾ, ഇതിൽ സ്പൂൺ ഇട്ടില്ല. അയ്യോ, ഇപ്പൊ എടുത്തിട്ടാ. ഹലോ മോളാ, ഏത് വകയിലാ? ഹലോ, നമ്മൾ അളിയന്മാരാ, അത് മറക്കണ്ട. ദൈവം ഇനി ഇതിനെ കൂടെ സഹിക്കണോ? ആർക്കൊക്കെ ഏതൊക്കെ പീസ് വേണം? ഏട്ടാ, എനിക്കത്. ജാനുവിന് ഏതാ വേണ്ടേ? പ്ലീസ്, ഇന്നെങ്കിലും. അനുചേച്ചിയാ, എന്തായെന്ന് അറിയാനായിരിക്കും. പേഷ്യന്റ് ഇവിടെ അൽഫാമിനെ പിച്ച് ചെയ്തുവാന്ന് പറ. അത് ശരി. എന്താ ഏട്ടാ? ഞാൻ അങ്ങോട്ട് പോണ്ടാന്ന്. അതെന്താ? അവർക്ക് എന്തെങ്കിലും മനസ്സമാനത്തോടെ ഇരിക്കണമെന്ന്. അപ്പോ അളിയനൊന്ന് കിച്ചുവിന് വീട്ടിൽ കൂടുതലേ? എന്തിന്? എന്റെ അളിയൻ ഇത്രയും വലിയ വീടുള്ളപ്പോഴോ? തോന്നി ഇന്ന് നൈറ്റ് ഡ്യൂട്ടി എടുക്കേണ്ട വരും. എന്താ ഏട്ടൻ ഇവിടെ നിക്കുന്നതില് ജതിനേട്ടന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? ഇവിടെ എങ്ങാനും നിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നേലാ. കണ്ട് പടി എന്റെ അളിയനെ. ഇതോ അങ്ങോട്ട് നോക്കി എന്റെ അളിയനെ. അൽഫാമായിട്ട് എന്തോ വിഷയം ഉണ്ടെന്നാ തോന്നുന്നേ. റോഷ, നമുക്ക് ഇന്നിവിടെ സ്റ്റേ ചെയ്താലോ? ഇപ്പൊ സമ്മതിക്കും. അതിനൊക്കെ ഐഡിയ ഉണ്ട്. നിന്റെ തല നിറച്ച ഐഡിയ ആണല്ലേ? നിങ്ങളെങ്ങനെ വീട്ടിൽ നിന്ന് സമ്മതിച്ചടാ? അതൊക്കെ സാറയുടെ ഐഡിയ. അവളൊരു സംഭവം അല്ലേ? അതല്ലേ ഞാൻ അവളെ തന്നെ വളച്ചേ. എടി ഒരു പ്രശ്നമുണ്ട്. എന്താ? ജാനു. എന്താ? വാ പോയി നോക്കാം. ഇതാ പാലുകുടി. അതിന്റെ മണടിക്കുമ്പോ തന്നെ ഛർദിക്കാൻ വരുന്നു. കുറച്ച് ഹോർലിക്സ് ബൂസ്റ്റ് ഇട്ട് കൊടുക്കളിയാ. ജാനു. എന്താ? ഇവിടെ മുറിവിന് ചുറ്റുന്ന തുണിയുണ്ടോ? എന്താ പറ്റിയേ? എനിക്കൊന്നും പറ്റിയില്ല, പക്ഷെ ഉടനെ പറ്റും. എന്താ പ്രശ്നം? എനിക്ക് കുറച്ച് വെള്ളത്തുണി വേണം. എന്തിന്? ഇവളുടെ തലയിൽ കെട്ടാൻ. എന്തിന്? എന്റെ പപ്പ നിന്നെ കാണാൻ വരുന്നുണ്ട്. അതിനെന്താ? നീ ഗുരുതരാവസ്ഥയിലാന്ന് പറഞ്ഞിട്ടാ ഞങ്ങൾ ഇവിടെ നിക്കുന്നേ. എടി ദുഷ്ടേ, പ്ലീസ്, ഇല്ലെങ്കിൽ ഇവിടെ ഇട്ടെന്നെ തല്ലിക്കൊല്ലും കള്ളം പറഞ്ഞേന്. നിന്നെ എന്താ വേണ്ടേന്നറിയോ? തൽക്കാലം ഒരു വെള്ളത്തുണി കൊടുക്ക്. എന്താ വേണ്ടേ? ഒരു വെള്ളത്തുണി. വൈ നോട്ട്? ഞാൻ തെറ്റില്ലേ? കുറച്ച് ചോര കിട്ടോ ഒരു ഒറിജിനാലിറ്റിക്ക്?
എന്നാ പിന്നെ ഒരു ഒറിജിനാലിറ്റിക്ക് ഇവളുടെ തലയിടിച്ച് പൊട്ടിച്ചാ പോരെ. ഇഷ്ടായില്ല? എന്നാ വേണ്ട. എന്താണ് ഇവിടെ എല്ലാരും ഉണ്ടല്ലോ. കുറച്ച് ചോര വേണം. A+ മതിയോ? അത് പോസിറ്റീവാണ്. ഏതാണേലും A ആണല്ലോ. ഒറിജിനൽ വേണ്ട, ഫേക്ക്. ഫേക്കാ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഇതാ അർച്ചമുണ്ട്. ലാസ്റ്റ് ഓണത്തിന് മേടിച്ചതാ രാംരാജ. സല്യൂട്ട്. എന്റെ ജതിനേട്ടാ, ഇവിടെ തലയിൽ കെട്ടാനാ, അല്ലാണ്ട് കല്യാണത്തിന് പോവാനല്ല. ഇവക്ക എന്തിന്? ജാനുവിന് നമുക്കൊരു ഹെഡ് ഇഞ്ചുറി ക്രിയേറ്റ് ചെയ്യണം. നാറി. അയ്യോ ഒറിജിനൽ അല്ല, ഫേക്ക്. എന്തിന്? അത് സാറേ റോഷനും ഇവിടെ ആക്സിഡന്റായി സീരിയസ് ആയി കിടക്കാന്നാ ഇവരുടെ വീട്ടില് പറഞ്ഞേ. എന്തൊരു ക്രൂരതയാണോ? അല്ലാണ്ട് വീട്ടിൽ നിന്ന് വിടൂല. അല്ല അതിനെന്തിനാ ഇവളുടെ തലയിൽ കെട്ടുന്നേ? എന്റെ പപ്പ ഇവളെ കാണാൻ ഒരു കൊട്ട ഫ്രൂട്ട്സ് ആയിട്ട് വരുന്നുണ്ട്. അതിപ്പോ ലാഭായല്ലോ. ഓ ഇവനെയും കൊണ്ട്. അതായത് അളിയാ, പുള്ളി വരുമ്പോ ജാനുവിന് ഒരു കുഴപ്പമില്ലെന്ന് മനസ്സിലാവില്ലേ? ഓ എന്നാ ഞാൻ വേറെ തുണി തരാം. നിന്നെയും കൊണ്ട് ഒരു തരത്തിലും ജീവിക്കാൻ വയ്യല്ലോ സാറേ. സോറി. ഞാൻ എന്തേലും ചെയ്യണോ? വരൂ സുന്ദര, ഇയാളെ വേഗം സുന്ദരനാക്കൂ. ഡേ ഓവറാക്കരുതേ. ഇതാ തുണി. അച്ചു, റെഡ് കളർ പെയിന്റോ നെയിൽ പോളിഷോ എന്തേലും എടുത്തിട്ട് വാ. ഓക്കെ. വാവ്, സൂപ്പർ. ദൈവമേ, ഇതിലും വേണ്ട ആക്സിഡന്റിൽ എന്തെങ്കിലും പറ്റുന്നതായിരുന്നു. ഇത്രയും പാടുണ്ടെന്ന് നേരത്തെ അറിയായിരുന്നേല് ഹോസ്പിറ്റലുകാർക്ക് കുറച്ച് പൈസ കൊടുത്ത് അവരെ കൊണ്ട് ഇത് ചെയ്യിക്കായിരുന്നു. അതൊരു നല്ല ഐഡിയ ആയിരുന്നു അല്ലേ? നീ ഇവിടെ ഐഡിയാന്നെങ്ങാനും മിണ്ടിയ. അയ്യോ പപ്പ. എവരിബഡി റെഡി? 1 2 3 സ്റ്റാർട്ട്. സാറാ. അയ്യോ പോയേ. ജാനു പോയാ? ജാനുവിന്റെ കൈ പോയേ. മോളെ പപ്പ. ഇത് അങ്ങോട്ട് വെക്ക്. കര കര. പിന്നെ എനിക്കവിടെ പണിയില്ലേ? ഇവിടെ ആരും ഇല്ലാന്ന് പറഞ്ഞിട്ട് എല്ലാരും ഉണ്ടല്ലോ. അത് ആരും ഇല്ലാന്ന് പറഞ്ഞോണ്ട് ഓരോരുത്തരായിട്ട് വന്ന് എല്ലാരും ആയിപ്പോയതാ. എങ്ങനെയുണ്ട് മോളെ ഇപ്പൊ? കുഴപ്പമൊന്നുമില്ല. ഉണ്ട്, സർവത്ര കുഴപ്പാണ്. ഹെർ കാർ ഹിറ്റ് വിത്ത് കുരുപ്പ് ആൻഡ് ഷീ ഗോട്ട് എന്നിട്ട് കൊന്നളയാ ഫുൾ ബ്ലഡ് ഷീ ഗോട്ട്. വ്യക്തായില്ല. അത് പപ്പ കുറച്ച് സീരിയസ് ആ. ഡ്രസ് ചേഞ്ച് ചെയ്യാനൊക്കെ ഹെൽപ്പ് വേണം. ഇവിടെ അച്ഛൻ മാത്രല്ലേ പെണ്ണായിട്ടുള്ളൂ, അതാ ഞാൻ കൂടെ. നന്നായി. ഞാനൊരു ഡ്രസ്സും എടുത്തിട്ടുണ്ട്. പൈസ വല്ലതും? വേണ്ട അങ്കിൾ, അങ്കിൾ വന്നത് തന്നെ സന്തോഷം. പുള്ളി ഭാവിയിൽ എന്റെ കുടുംബ ഒന്ന് കയ്യിലെടുക്കട്ടെ. അത് വേണോ? ഹായ് അങ്കിൾ. ഈ മോനേതാ? എന്റെ ഫ്രണ്ടാ. അങ്കിൾ ഇവിടെ വരെ വരാൻ കാണിച്ച മനസ്സ്. വൗ! സാറമോളുടെ ഫ്രണ്ട് അല്ലേ? എനിക്ക് എന്റെ മോളെ കുറിച്ച് ഓർത്താ അഭിമാനം തോന്നുന്നേ. ഈ അവസ്ഥയില് അവളിവിടെ കൂട്ടിരുന്നില്ലേ? പറ്റിയ മുതലും. ഇങ്ങനെ ഒരു അവസ്ഥയിൽ സ്വന്തം മോളെ ഈ കുടുംബത്തിന് സംഭാവന നൽകിയ അങ്കിളിനെ ഓർത്ത് ഞങ്ങൾക്കും അഭിമാനം തോന്നുന്നു. സംഭാവനയോ? മോളെ തുന്നലുണ്ടോ? അത് സെല്ലോട്ടേപ്പാ. ഒളിയോ? എന്ത്? അത് തലയിലെ സെല്ലൊക്കെ നാശവശായി, അതുകൊണ്ട് സ്റ്റിച്ചിട്ട സെല്ലില് തുള വീഴുന്നു പറഞ്ഞു. ഷോ, അത്ര സീരിയസ് ആണേ? വേദന ഉണ്ടോ? നോക്കട്ടെ. തൊടരുത്. അങ്കിള് തൊട്ടോട്ടെ, അതിന് നടക്കെന്താ? ജാനുവിന് ഒരു അച്ഛന്റെ വാത്സല്യം കിട്ടിക്കോട്ടെ. ക്യൂട്ടക്സ് കയ്യിലാവൂടോ പൊട്ട. ഓ അല്ലെങ്കിൽ വേണ്ട. അല്ലേലെ അവളുടെ തലയിലെ തലച്ചോറ് പൊതിച്ചോറ് പോലെ മിക്സ് ആയി ഇരിക്കുക. ഇനി അങ്കിള് തൊട്ടിട്ട് അതിന് വല്ല ലീക്കും ഉണ്ടായ? ശരിയാ. മോളെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്ക്. ഓക്കെ അങ്കിൾ. നീ ഇപ്പൊ എന്തിനാ മോങ്ങുന്നേ? അങ്കിളിന്റെ ആ സ്നേഹം കണ്ടോ? എന്താ അങ്കിളിന്റെ പേര്? ജോസഫ്. ജോസഫ് സാർ നിന്റെ അപ്പനല്ല, എന്റെ അപ്പനോ? ഹേ പപ്പ, യു ചീറ്റ്. ഇതെന്റെ പടപ്പൊന്നല്ല. അല്ല, എനിക്ക് ഇതുപോലൊരു പപ്പേനെ വേണ്ടെന്ന് ഉദ്ദേശിച്ചത്. എന്തായാലും ഇറങ്ങുന്നതിന് മുമ്പ് ജനനിമോക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. അതാ? ഒന്നില്ലേലും ഇവിടെ റോമിൽ പോയൊരു അച്ഛനുണ്ടല്ലോ. മോനെ റോഷ, പ്രാർത്ഥിക്ക്. ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്കിള് പറഞ്ഞാൽ നിനക്ക് അനുസരിച്ചൂടെ? വാ, തനിക്കുള്ളത് ഞാൻ പിന്നെ തരാം. എല്ലാവരും കരങ്ങൾ കൂപ്പി നിൽക്കൂ. നമുക്ക് ജനനി മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.
എടി ഇംപ്രസ് ചെയ്യേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ വലിയ കർത്താവേ, ആകാശത്തിലും ഭൂമിയിലും അങ്ങ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സകല ഇടിമിന്നലെ, ഹിതാ അങ്ങയുടെ മുമ്പിൽ കിടക്കുന്ന ഈ പാവം ജനനി. കർത്താവെ, അങ്ങ് മുകളിൽ നിന്ന് താഴേക്ക് ഒന്ന് കണ്ണോടിച്ചു നോക്കൂ. ഇവളുടെ തലയിൽ നിന്നൊഴുകുന്ന ഈ ചോരക്കടൽ കണ്ടില്ലേ? ഇത്രയും ഭീകരമായ മുറിവ് ഈ ഭൂലോകത്ത് വേറെ ആർക്കും വന്നിട്ടുണ്ടാവില്ല കർത്താവെ. പരമപിതാവ് ഇവളുടെ മെഡൽ അപ്പളം കിട്ട ഇപ്പൊ എവിടെയോ തെന്നി മറിക്കിടക്കാണ്. അത് പശ വെച്ചൊട്ടിക്കാൻ അങ്ങ് സ്വർഗത്തിൽ നിന്നൊരു സ്പെഷ്യൽ സൂപ്പർ ഗ്ലൂ ഞങ്ങൾക്ക് അയച്ചു തരണമേ. ആകാശത്തിലെ സകല മാലാകന്മാരും ഇപ്പോൾ തന്നെ സർജൻ കോട്ടും സ്റ്റെതസ്കോപ്പും കത്രികയും മാരകായുധങ്ങളുമായി നേരെ താഴേക്ക് ഇറങ്ങി വരട്ടെ. ബസ് സ്റ്റാൻഡിൽ നിന്ന് ലെഫ്റ്റിലോട്ട് 200 മീറ്റർ, അവിടെ നിന്നുള്ള കയറ്റം, ലാസ്റ്റ് വീട്. അപ്പുറത്തെ വീട്ടിൽ ചെന്ന് കയറി കൊടുക്കരുതെന്ന് മാലകന്മാരോട് പ്രത്യേകം അരുൾ ചെയ്യണമേ കർത്താവേ. ഇവൾക്കായി ഞങ്ങൾ പ്രാർത്ഥനയുടെ ഓപ്പറേഷൻ തിയേറ്റർ ഇവിടെ തുറന്നിരിക്കുകയാണ്. അത് മാത്രമല്ല കർത്താവെ, ഇവളുടെ ആത്മാവ് ഇപ്പോൾ പകുതി ജീവനിലും പകുതി മേഘത്തിലുമായി ഊഞ്ഞാലാടുകയാണ്. അതിനെ തട്ടി താഴേക്കിടാൻ ഒരു വലിയ കയർ തരണമേ കർത്താവേ. ജനനിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ ഇനി 1 കിലോ മെഴുകുതിരിയല്ല, വേണമെങ്കിൽ ഇവരുടെ റേഷൻ കാർഡിലെ 2 ഗ്യാസ് സിലിണ്ടറും കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കാം ഫോർ സ്പീഡ് റിക്കവറിയാ. ബാക്കിയുള്ളവരെ കൂടെ കത്തിച്ച് കൊല്ലാൻ നോക്ക തെണ്ടി. അയ്യോ ദൈവമേ, ഇവളിപ്പോ തന്നെ അങ്ങോട്ടേക്ക് വിളിക്കല്ലേ. വിളിച്ചാ പിന്നെ ഞങ്ങൾക്ക് ആര് ഭക്ഷണം ഉണ്ടാക്കി തരും? ആര് ക്യാൻറ്റീനിൽ ബില്ല് കൊടുക്കും? അതുകൊണ്ട് ഇവളുടെ തലയിൽ ഈ വലിയ വെട്ടുമുറകളൊക്കെ പെട്ടെന്ന് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഇട്ട് ഒട്ടിച്ച് തരണമേ. ബത്ലഹേമിലെയും ഇസ്രായേലിലെയും റോമിലെയും സകല ഹെൽത്ത് സെന്ററുകളുടെയും നാമത്തിൽ ആമേൻ. ആമേൻ. അപ്പൊ ശരി, എന്തേലും ഉണ്ടെങ്കിൽ വിളിക്ക്. ബൈ പപ്പ. റോഷ, യെസ് അങ്കിൾ. നീ റോമിൽ നിന്ന് തിരിച്ചു വരണം എന്നത് കർത്താവിന്റെ തീരുമാനമായിരുന്നു. ബൈ മക്കളെ. ടാറ്റാ. എന്ത് തേങ്ങയാണോ നീ പറഞ്ഞേ? എന്താ കൊളായോ? ഏയ് ഒട്ടുമില്ല. എന്റെ മമ്മിയോ ഇവനൊരു പൊട്ടനാവാ പറയുന്നേ. പപ്പയ്ക്കെങ്കിലും കുറച്ച് മതിപ്പുണ്ടായിക്കോട്ടെ എന്ന് കരുതിയപ്പോ അവൻ അതും കൊളാക്കി. മേഴ്സി ആന്റി ഫേക്ക് ആയിരുന്ന? ഇതൊന്നും അഴിച്ചു തരുമോ? നെയിൽ പോളിഷിന്റെ മണടിച്ചിട്ട് എനിക്ക് തലവേദനിക്കുന്നു. അയ്യോ കിച്ചേട്ടാ, വാ, ഇന്നാണ് നിന്റെ തലയുടെ ഇനാഗുറേഷൻ. എന്നാ പിന്നെ തലക്കകത്ത് എന്തെങ്കിലും ഉള്ള ആളെ കൊണ്ട് ഇനാഗ്രേറ്റ് ചെയ്യിച്ചാ പോരെ? അങ്ങനെ ഇപ്പോ ഓ, ഞാൻ തന്നെ അയച്ചോളാം. അച്ചു, റിമൂവർ ഉണ്ടോ? ആ, എടുത്തിട്ട് വരാം. ഡാ റോഷ, എന്തേട്ടാ? നീ ഇനി മുതൽ മനസ്സിൽ പ്രാർത്ഥിച്ചാ മതി കേട്ടോ. ദൈവത്തെ ഓർത്ത് എനിക്ക് വല്ലതും പറ്റിയ ആ ഏരിയ നിന്നെ കണ്ടുപോകരുത്. അപ്പു, ജതിനോട് സാധനം മേടിച്ചാലോ എന്ന് ചോദിച്ചാലോ? ശേ, മോശല്ലേ. പോരാത്തതിന് ഇവിടെ അവരൊക്കെ ഇല്ലേ. അതെന്താ? ഒന്നുമില്ല, നീ അപ്പുറത്തെങ്ങാനും പോയി ഹോംവർക്കേ. അല്ല, നിങ്ങളെന്തോ പറഞ്ഞു. ഇല്ലടാ, നീ പൊക്കോ. അല്ല, ഞാൻ കേട്ട്. ഇത് വലിയ ശല്യായല്ലോ. അനുചേച്ചി ഇല്ലാത്തൊരു ചാൻസ് വേറെ കിട്ടൂലാട്ടോ. അതും ശരിയാ. എന്നാ ഷെയറിടാ, പറ. ഷെയറാ? നീ ഒന്ന് പോയേ. ഇല്ല, ഞാനും വരും. എടാ പോട ചെറുക്ക. നിങ്ങള് കുപ്പി എടുക്കാനുള്ള പ്ലാൻ അല്ലേ? എനിക്ക് മനസ്സിലായി. ഏയ്, നടക്കൊന്നും തരാൻ പറ്റില്ല. അതെന്താ? ഞാനും നസ്രാണിയാ. അയ്യാ, ഇനി നിന്നെ കുടിപ്പിച്ചിട്ട് വേണം നിന്റെ തന്തയുടെ ഇടികൊള്ളാൻ. അയ്യോ, ചാച്ചൻ ഇതൊന്നും അറിയാൻ പോണില്ല. എന്റെയും കൂട്ട് പ്ലീസ്. പോട ചെക്ക, നീ അതിനൊന്നും ആയിട്ടില്ല. എന്നാ നിങ്ങൾ വെള്ളടിക്കുന്ന കാര്യം ഞാൻ അവരോട് പറയും. നീ പറയോടാ? നീ പറയോ? ആ പറയും. ആഹാ, നീ പറയോ? ആ പറയൂന്ന്. മോചാതൊക്കെ എന്റെ പെങ്ങടെ പുറകെ നടക്കുന്നത് നിർത്തിക്കോളാം. തന്നെ ഏത് പെങ്ങടെ പുറകെയാണോ ഞാൻ നടന്നേ? സാറേ ഏത് വകയില്? എന്റെ സോയയുടെ അനിയത്തി എന്റെ അനിയത്തിയാ. അയ്യാ, പുത്തൻ വീട്ടിൽ പ്രഭാകരൻ മകൻ രൂപേഷ് PP എങ്ങനെയാണോ പ്ലാക്കുന്നത് ജോസഫിന്റെ മെഴ്സിയാന്റിയുടെ മോള് സാറുടെ ആങ്ങളെയാവുന്നേ? ദേവർഗീയവാദി. ഒച്ചവെക്കല്ലേ. ഞാൻ സോയനെ കിട്ടൂടാ, എന്നിട്ട് നിന്നെ ചവിട്ടി പുറത്താക്കൂടാ. അയ്യടാ, ഇപ്പൊ കിട്ടും. തെക്കോട്ട് നോക്കിയിരുന്നോ? ഞഞ്ഞേ തെക്കിൽ നിന്റെ അച്ഛൻ വന്ന് നിൽക്കുന്നുണ്ടോടാ മഞ്ഞത്തവളെ. നീ കൂടെ ചൊറുത്തവളെ. അയ്യോ, നിനക്ക് ഞാൻ ആരോന്നറിയടാ പന്ന. ഒരു 10 സെക്കൻഡ്. രൂപേഷ്, എനിക്കൊരു 10 സെക്കൻഡ് തരൂ പ്ലീസ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ആ പറ.
എനിക്കും വേണം സാധനം. ഇത്രയും പറഞ്ഞിട്ട് അവനതൊന്ന് പിടിപെടുന്നുണ്ടോ നോക്ക്. കൂട്ടാവാ വാളിയ. അളിയൻ ഏത് ബ്രാൻഡാ കഴിക്കാ? അഡിഡാസ്. അടി വാ ഇവിടെ. അളിയന്റെ ഒരു കോമഡി. ഇന്നാ ജാനും ഗുളിക. ഇതെന്തിനാ 3 ഗുളിക അങ്ങനെ എഴുതിയിരിക്കുന്നേ? ഒരേ ഗുളിക 3 ഡോസ് കൂടി ഇവള് അടിച്ചു പോകും ഭ്രാന്തി. ഇതാ നോക്ക്, കണ്ട 4ൽ 3 കറക്റ്റ് അടി. മൊത്തം 4 ഗുളിക ഉണ്ട്, അതില് 3 തന്നു. എന്റെ അച്ചു ഇത് 3/4 കഴുത. ഇവളുടെ ഒരു ഗുളിക പോലും മേടിച്ചു കഴിക്കരുത്. എന്നാ അങ്ങനെ എഴുതിയാ പോരെ? സാരല്ല കൊണ്ട. ആ എന്തായിരുന്നു രണ്ടിന്റെ യുദ്ധം? ഹായ് ജതിനേട്ടാ. ജാനു, നിനക്ക് അപ്പൂനെ കാണണ്ടേ? അതെന്താ അങ്ങനെ ഒരു ചോദ്യം? വെറുതെ. നിനക്ക് ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ആശ്വാസം അവന്റെ അടുത്തുനിന്നല്ലേ കിട്ടുക? അത് കുഴപ്പമില്ല, ആവശ്യത്തിന് ആശ്വാസം ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. എന്നാ സാറ് കൊടുക്കട്ടെ കുറച്ചു നേരം ആശ്വാസം. ആർച്ച വാ. അതെന്തിനാ? എന്റെ ഒരു ആശ്വാസത്തിന് വാ. ചെല്ല്, അവരെന്തേലും പറയാനുണ്ടാവും. എന്താണാവോ? നിനക്ക് ജ്യൂസ്, കോഫി, കൂൾ ഡ്രിങ്ക്സ്? നിന്റെ പപ്പ കുറെ ഫ്രൂട്ട്സ് കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ അല്ലേ? അവളുടെ ഒടുക്കത്തെ ഒരു ഐഡിയ. എന്താ? അവർക്ക് എന്തേലും മിണ്ടാൻ കാണില്ലേ? എന്ത്? അവന് കെയർ കൊടുക്കണ്ടേ? ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിനക്ക് വയ്യാത്തപ്പോ ഞാൻ കെയർ തരണം, അവക്ക് വയ്യാത്തപ്പോ ആർക്ക് വേണമെങ്കിലും കെയർ കൊടുക്കാം അല്ലേ? അങ്ങനല്ല. അതാ പറഞ്ഞേ. നിങ്ങൾ കുറച്ചു നേരം മാറിക്കൊടുക്ക്. അളിയൻ ഇവിടെ നിൽക്കുവാണോ? എന്താ? ഒരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? ഇറ്റ്സ് ബോയ്സ് ഡിസ്കഷൻ. യെസ്, ഓൺലി ബോയ്സ്. പിന്നെന്തിനാ നീ പോണേ? എടി എടി വാ. എന്താ കാര്യം? നീ പറ. നിന്റെ അളിയനല്ലേ, നീ പറ. ആരെങ്കിലും ഒന്ന് പറയുന്നുണ്ടോ? ഞാൻ പറയാം. തിത്തിത്താരാ തിത്തിത്തേ. ഹാപ്പി ഓണം, ഹാപ്പി ഓണം. അയ്യോ അതല്ല. പിന്നെന്താ? ഇന്നൊരു സന്തോഷ ദിവസല്ലേ? എന്റെ രീതിക്ക് ആക്സിഡന്റ് ആയതോ? അയ്യോ അതല്ല, അച്ഛന്റെ ജാനുന്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ? അതിനല്ലേ മന്തി മേടിച്ചേ? അത് മാത്രം മതിയോ? തൊണ്ടയും കൂടെ നനയണ്ടേ? അയ്യോ പെപ്സി മേടിച്ചില്ലായിരുന്നല്ലേ? അയ്യോ അതല്ല. പിന്നെന്താ? ഈ അച്ചാറിന്റെ കൂടെ കുടിക്കുന്നേ അച്ചാറ് സോഡ. ബെസ്റ്റ്. ജതിനേട്ടാ അതല്ല, മറ്റത് കുപ്പി. മദ്യോ? മദ്യോ ലേശം മതി, ഒന്ന് സെലിബ്രേറ്റ് ചെയ്യേ. ജാനനെ കൊല്ലും. അവരുറങ്ങിയിട്ട് മതി. അതെ, അല്ല ഇവൻ. ഞാൻ പ്രായപൂർത്തിയായി. നീയല്ല ഇവൻ. നീ വിലയും കൂടിയൊന്നുമില്ല പറഞ്ഞിട്ട്. അയ്യോ ഇവൻ റെഡ് ബുള്ള് കുടിച്ച് ഓഫ് ആവുന്ന ടൈപ്പാ. ഒരു ഗ്ലാസ് ബിയർ തന്നെ ധാരാളം. ശരി, പക്ഷെ ആരും അലമ്പാക്കി അവരെ അറിയിക്കരുത്. അതെ, പിന്നെ ഇവിടെ നിൽക്കേണ്ടി വരില്ല. അതെ, ഉത്തരവാദിത്വത്തോടെ അടിച്ച് പൂസായിക്കോളാം. ഓക്കെ ഓക്കെ. അളിയ, ഞാൻ നിരാശനാണ് അളിയ. വൈ അളിയ? എന്റെ ദാമ്പത്യ ജീവിതം പരാജയമാണ് അളിയ. അളിയ ചിൽ, അതിനൊക്കെ സമയമെടുക്കും. എന്റെ ദാമ്പത്യ ജീവിതവും പരാജയമാണ് അളിയ. ഇതേ കുട്ടിപ്പിശാശ്? നമ്മുടെ റോഷൻ. റോഷൻ വേറെ ആരുണ്ടായിരുന്നല്ലോ. അവ അടിച്ച് പൂസായ പിന്നെ സ്റ്റാച്ചുവാ. അയ്യേ, അച്ചാറിലാരെ പഞ്ചസാര ഇട്ടെ? എടാ പൊട്ടാ, അത് സോസാ. സോസിന്റെ കളർ വല്ല പച്ചയോ നീലയോ ആക്കണം. മാറിപ്പോടും പുല്ല്. എന്നാ അച്ചാറിന്റെ കളർ മാറ്റിയ പോരെ? അച്ചാറില് മുളക് പൊടി ഇടണ്ടേ? അപ്പൊ പറ്റൂല. ഞാൻ പറയുമ്പോഴേ പച്ച തക്കാളി വെച്ച് സോസ് ഉണ്ടാക്കണം. കറക്റ്റ്. അതെന്താടാ നിനക്ക് പച്ചമുളക് ഇട്ട് അച്ചാർ ഉണ്ടാക്കിയ? അപ്പൊ ഒരു സുഖല്ല. നീയൊക്കെ സോസിന്റെ കളർ മാറ്റും അല്ലടാ പട്ടികളെ. പിന്നെ ചാണകം പോലെ അച്ചാർ ഉണ്ടാക്കി വെക്കാൻ പറ്റുമോ? ഏതാ ഇവൻ? നമുക്ക് കിച്ചുനോട് ചോദിക്കാം. കിച്ചു, നിനക്ക് ഏത് കളർ സോസാ ഇഷ്ടം? ഉഷ്മാൻ പച്ച. മാൻ അതല്ല. ആരോ വരുന്നുണ്ട്. അയ്യോ കുപ്പി മാറ്റ്. നിങ്ങളാരും കിടന്നില്ലേ? പെട്ടെന്ന് വല്ല എമർജൻസിയും വന്നാലോ?
അപ്പേട്ടൻ കുടിച്ചിട്ടുണ്ടോ? ഹേ ഞാനോ? എന്താ അപരാധമാണ് കുട്ടി പറയണേ? ഹൈ അപരാധം അപൂർവരാഗോ? എല്ലാം അടിച്ച് കിണ്ടിയാ റോഷ. ഹൈ സാറമ്മ. നാളെ കോളേജിൽ പോണ്ടോ പട്ടി? നേരാ സാറേ, ഹീപ്പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. ഓ, അവന്റെ തലയിൽ വെള്ളം കോരി ഒഴിക്കേ. ഹമ്പടി കഷ്ടപ്പെട്ട് വലിച്ചു കുടിച്ച് പൂസയിരിക്കുമ്പോ തലക്കൂടെ വെള്ളം ഒഴിച്ച് നിർവീര്യാക്കാൻ നോക്കുന്നോ? ബ്ലഡി ഫുൾ. കണ്ണ എന്നെ ഞങ്ങള് നിങ്ങളെ ഒന്നിച്ചതിന്റെ സന്തോഷം പങ്കിടുകയായിരുന്നു. അതെ, ഇപ്പൊ ആഘോഷിച്ചില്ലേ പിന്നെ എപ്പോഴാ? അതന്നെ അളിയ, അളിയനും ദൈവം എനിക്ക് തന്നതായിരിക്കും. എന്റെ അച്ഛനായിട്ട്, അയ്യേ എന്റെ ചേട്ടച്ചനായിട്ട്. അയ്യേ എന്തെന്നത്? ഐ ലവ് യു അളിയ. അപ്പേട്ടാ, ആ കിച്ചോട്ടിനെ കണ്ടുപിടി. അത് ഡീസന്റ് ആയിട്ടിരിക്കുന്ന നോക്കിക്കേ. ആ ഉണ്ട അടിച്ച് കിണ്ടിയായിട്ടിരിക്കുക. എന്നാലും റോഷ. ഹൈഷ്, നീ ഒരു നസ്രാണിയല്ലേ, എടുത്തൊഴിക്കടി. നീ കുടിക്കോ? വല്ലപ്പോഴും. അപ്പരണ്ടൻ ചേരും. എന്നാലും അപ്പേട്ടാ. അയ്യോ ജാനു, ഞാൻ മദ്യപിച്ചില്ല. ഏട്ടൻ ബിയർ മാത്രമേ കുടിക്കൂ. എടി ഉണ്ണിയാർച്ചേ, നീ ആരാ നടി നിന്റെ വിചാരം? നിനക്ക് എന്നത് പ്രേമിച്ച എന്താടി? അയ്യ അതന്നെ, നല്ല തങ്കക്കുളം പോലുള്ള പയ്യൻ. അളിയോ ഐ ലവ് യു അളിയോ. ഷേ, എനിക്ക് നാളെ വരുത്. ഐഷ എന്റെ മോനെ. അപ്പേട്ടാ പോയി കിടന്ന് ഉറങ്ങിക്കേ. അച്ചുമോളെ. ചെല്ല് ചെല്ല്. നാളെ നേരം വിളിക്കട്ടെ. എനിക്ക് നാളിന്റെ ബോധത്തോടെ കിട്ടണം. അതെ, ശരിയാക്കി തരാം. ആ ബോധം എന്ന് പറഞ്ഞപ്പോളാ ഇവള് കുഞ്ഞിൽ എന്റെ ബദാം കെട്ടി തിന്നളിയാ. ഷേ, അത് മോശമായി പോയി ജാനു. ദേ എല്ലാം പോയി കിടന്ന് ഉറങ്ങുന്നുണ്ടോ? നീ പോടി ബദാം കളി. നിന്റെ 2 കൈയും കാലും ഓടിയണായിരുന്നു. ഇവനെ ഞാനിന്ന്. വേണ്ട വേണ്ട, ഇതിനൊന്ന് കൊണ്ടുപോക്കേ. ജതിനേട്ടാ വാ. അപ്പേട്ടാ വാ. റോഷ വന്നേ. അപ്പൊ ഇതോ? അതവിടെ സമാധി ആയിക്കോട്ടെ. അശോ, ചേ, സമാധാനത്തോടെ ഇരുന്നോട്ടെ. നമുക്ക് പോവാം. ജാനു, എന്നെ എങ്ങോട്ടാ കൊണ്ടുപോണേ? നീ സൂക്ഷിച്ചാളിയാ, അവള് നിന്റെ ബദാമും കക്കും. ബദാം കള്ളി. ഇതിനുള്ള മറുപടി ഞാൻ നാളെ തരാം. ഇങ്ങോട്ട് വാ ജതിനേട്ടാ. ഹായ് മൈ വൈഫ്. അയ്യോ, ഇത് കൊറേ സ്റ്റെപ്പ് ഉണ്ടല്ലോ. ഇനി 4 സ്റ്റെപ്പേ ഉള്ളൂ. ഒന്ന് കേറ്. സാറമ്മ, നമ്മൾ മാത്രം ഒരു റൂമിൽ. അയ്യ, ഞാൻ ജാനുന്റെ അടുത്തു. അവിടെ നിന്ന് അപ്പേട്ടനാ. എന്നാ അപ്പുറത്തെ റൂമില്. അവിടെ കിച്ചോട്ടൻ വന്ന് നടന്നാലോ? എന്നാ അച്ഛന്റെ അടുത്ത്. അവിടെ ജതിനേട്ടനല്ലേ? ശ്ശേ, എനിക്ക് നാണം വരുന്നു. ഇതേ വല്ല കണ്ണന്തിനും കാണിച്ചാണ്ടല്ലോ. സാറാ, പോടാ പോയി കിടക്ക്. അച്ഛമ്മ, അയ്യോ ഒന്ന് ഉറങ്ങ്. നിനക്ക് ജാനു ഓക്കെ, പക്ഷെ ഞാൻ ഓക്കെ അല്ല. ഓക്കെ ആവാൻ പറ്റിയ കോലോ. നിനക്കെന്താ പ്രേമം തോന്നാത്തെ? ജതിനേട്ടാ ഉറങ്ങിക്കേ. എനിക്കൊരു ലൈമ് കിട്ടുമോ? ഉപ്പിട്ടത് തല വേദനിക്കുന്നു. അതിനിവിടെ നാരങ്ങ ഉണ്ടോ? ജാനുവിനെ അറിയൂ? സാറാ, ഇന്ന് ഞാൻ എന്റെ കഴിവ് തെളിയിക്കും. അത് വേണോ? ഈ അവസ്ഥയിൽ ഇതൊക്കെ തെറ്റല്ലേ? നിന്റെ ബർത്ത്ഡേക്കോ പാളിപ്പോയി. ഇന്നെങ്കിലും പ്ലീസ്. എനിക്ക് പേടിയാ. എന്റെ പപ്പ മമ്മി അവരൊക്കെ ഉറങ്ങിക്കാണും. വേണ്ട റോഷ, ഇതൊക്കെ കല്യാണം കഴിച്ചിട്ട്. അപ്പൊ നിന്റെ ബർത്ത്ഡേക്ക് എന്തിനാ എന്നെ വിളിച്ചേ? പായസം കൂച്ചാനോ? അത് അപ്പത്തെ ഒരു ചോരത്തിളപ്പിന്. ഹാ, ഇതിപ്പത്തെ എന്റെ ചോരത്തിളപ്പിന്. നിനക്കിതൊക്കെ അറിയോ? പിന്നെ ഞാനൊരു വിദേശകാര്യ മന്ത്രിയല്ലേ. മന്ത്രിയോ? ഞാൻ പോയി പ്രൊട്ടക്ഷൻ എടുത്തിട്ട് വരാം. വാതിലടച്ചാ പോരെ? അല്ലടി, ഞാൻ 2 ഗൂർക്കകളെ പിടിച്ച് പുറത്തു നിർത്താം പ്രൊട്ടക്ഷന്. കേരളത്തില് ഗൂർഖകളുണ്ടോ? ഓ കൊല്ലന്നെ. ഞാനിപ്പൊ വരാം. ഒരു ഭർത്താവുള്ള വീടല്ലേ, പ്രൊട്ടക്ഷൻ കാണാതിരിക്കോ? ജാനു, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? നീ ശരിക്കും ചെതിന്റെ ബദാമ് കേട്ടോ? അവരുടെ ബെഡ്റൂമിൽ കയറി ചോദിക്കുന്നത് മോശല്ലേ? ഈ സമയത്ത് ജാനുവിനെ ബുദ്ധിമുട്ടിക്കുന്നത് മോശമല്ലേ?
ഇതെങ്കിൽ ഇത് എന്തെങ്കിലും മതിയല്ലോ. ഹാ, ഫോണില്ലേ കിടക്കാൻ? എവിടുന്ന്? കർത്താവെ, അവന്റെ പൊട്ടബുദ്ധിക്ക് തെറ്റൊന്നും ചെയ്യാൻ തോന്നല്ലേ. സാറ, ഐ ആം ബാക്ക്. റോഷ, വേണ്ടടാ. പ്ലീസ്, എനിക്ക് കഴിവ് തെളിക്കാൻ ഒരു അവസരം താ. നീ എന്താ ഈ പാതിരാത്രി അടുക്കളയില്? ജതിനേട്ടന് നാരങ്ങാവെള്ളം ഉപ്പിട്ട് കാണുന്നു. എന്നാ ഞാൻ ഉണ്ടാക്കാം. വേണ്ട, അപ്പേട്ടന് ഇറങ്ങിയോ? ഹാ, കൈ മുറിക്കണ്ട, കത്തിക്ക് നല്ല മൂർച്ചയുണ്ട്. ഞാനും ആ വിരലിടുന്ന ഉറയാൻ നോക്കുന്നേ. അത് കത്തി വെച്ചെടുത്ത് തന്നെയാ വെക്ക. ഞാൻ ഇന്ന് രാവിലെ ഉള്ളി എരിഞ്ഞു വെച്ചേ ഉള്ളൂ. ഇവിടെ ഇല്ലല്ലോ. ഹേ റോഷൻ, എന്താടി, എന്തു പറ്റി? ഈ സുന്നത്ത് മുസ്ലിംസ് മാത്രമേ ചെയ്യൂ. അവൻ മതം മാറാൻ പോവാണോ? വാങ്ങി വിളിച്ചത് ഇപ്പൊ കേട്ടെ. എന്തോ അസുഖം മാറാനൊക്കെ ചെയ്യും. ഇപ്പൊ ഇതറിഞ്ഞിട്ട് എന്തിനാ? അത് ഒരു പ്രത്യേക സാഹചര്യത്തില് അവൻ മതം മാറാ. അല്ല, അവൻ പച്ചക്കറി അരിയുന്ന ഉറയെടുത്ത് വേണ്ടാത്തടുത്ത് കുത്തിക്കയറ്റി. എന്തിന്? എനിക്ക് മനസ്സിലായില്ല. നീ റൂമിൽ പോക്കോ, നാരങ്ങാവെള്ളം ഞാൻ ഉണ്ടാക്കി കൊണ്ടുവരാം. അല്ല റോഷൻ, എന്താ പറ്റിയേ? ഒന്നുമില്ല, നീ ചെല്ല്, അവനെ നോക്ക്. അവൻ നല്ല ഫിറ്റാ അല്ലേ? അത് കഴിവ് തെളിയിക്കാൻ ഇനി ജന്മത്തിൽ അവന് കഴിവ് തെളിയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെങ്ങനെയാ ഊരാ? പിടിച്ചു വലിക്കേ. നീ വരൂ ഒരു ഹെൽപ്പിന്. ചീ, വേണമെങ്കിൽ നീ പോയി വലി. നമുക്ക് കിച്ചേട്ടനെ വിളിക്കാം. വാ കിച്ചേട്ടാ, കിച്ചേട്ടാ. അയ്യോ, ഇനി എന്ത് ചെയ്യും? അതാ വരുന്നു. ഊരി കിട്ടിയോടാ? കിട്ടി. ഇങ്ങനൊക്കെ ചെയ്തിട്ട് എന്ത് തോന്നുന്നു ഇപ്പൊ? നല്ല സന്തോഷം തോന്നുന്നുണ്ടോ? ആ കഴപ്പങ്ങ് മാറി കിട്ടി. കഴിവേറ് തന്നെ.